PV അൻവറിനെ അനുനയിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. അൻവറിൻ്റേത് സമ്മർദ്ദമായി കണക്കാക്കുന്നില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് 24 പറഞ്ഞു. അൻവറിന്റെ UDF പ്രവേശനത്തിൽ കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും അടൂർ പ്രകാശ്. പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഉണ്ടാകണമെങ്കിൽ UDFുമായി ഞങ്ങളെല്ലാവരുമായി കൂട്ടായി ആലോചിക്കണം. അതല്ലാതെ ഒറ്റയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. ആ പ്രഖ്യാപനം നടത്തണമെങ്കിൽ UDFിൻ്റെ ഞങ്ങളുടെ മറ്റ് ഘടകകക്ഷികളുണ്ട്, അവരുമായൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ PV അൻവർ നിർദ്ദേശിച്ചിട്ടില്ല എന്നായിരുന്നു KPCC വൈസ് പ്രസിഡന്റ് AP അനിൽകുമാർ 24നോട് പ്രതികരിച്ചത്. ജോയിയുടെ പേര് ഞങ്ങളുടെ വിഷയം അദ്ദേഹം തന്നിട്ടില്ല. ജോയി ഞങ്ങളുടെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്തു. KPC പ്രസിഡന്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ മറ്റ് പല ഘടകങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരവസരം വരുമ്പോൾ പരമാവധി പാർട്ടി അദ്ദേഹത്തിന് അവസരം നൽകും എന്ന് തന്നെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അൻവറിനെ ഒപ്പം നിർത്താനുള്ള ചർച്ച നടത്തുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പ്രതികരിച്ചു. We will speak to him. Our leaders are there. The state leaders are speaking to him. The letter came to me, signed by all the senior leaders. The PEC, it is a process, Pradesh Election Committee. That letter came to me and I forwarded to High Command. That's it. Nilambur election today, our candidate has been declared and I'm very hopeful that we will lead and we will win the election. ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ദിലീപ് കുമാർ, യഥാർത്ഥത്തിൽ വലിയൊരു കല്ലുകടിയായി PV അൻവറിൻ്റെ വെടിപൊട്ടിച്ചത് എന്ന് വേണം കരുതാൻ. മാത്രമല്ല അദ്ദേഹം ഇത്രയും വലിയൊരു കലിപ്പിലാണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് പോലും മനസ്സിലായി കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. SKN കോൺഗ്രസ് നേതൃത്വത്തെ അപ്രതീക്ഷിതമായി ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ PV അൻവർ ചില പരാമർശങ്ങൾ സ്ഥാനാർത്ഥിയാകാനിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയത്. പിന്നീട് വൈകിട്ടോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരുന്നു. അപ്പോഴും വിമർശനത്തിൻ്റെ മൂർച്ച PV അൻവർ കുറച്ചില്ല. ശക്തമായ വിമർശനമാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ ഉന്നയിച്ചത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകാൻ 2 മാസം മുമ്പ് വരെ നീക്കം നടത്തിയിരുന്നയാളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഗുരുതര ആരോപണവും PV അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല പിണറായിസത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയല്ല ആര്യാടൻ ഷൗക്കത്ത് എന്നും PV അൻവർ പറഞ്ഞു. ഇതൊക്കെ കോൺഗ്രസ് നേതാക്കളെയും UDFിലെ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളെയും ഒക്കെ ചൊടിപ്പിച്ചിട്ടുണ്ട്. PV അൻവർ നേരത്തെ നൽകിയിരുന്ന ഉറപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായാലും പിന്തുണയ്ക്കും എന്നതായിരുന്നു. മാത്രമല്ല UDFിൽ തൃണമൂൽ കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വമൊക്കെ നടത്തുകയും ചെയ്തതാണ്. ആദ്യം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന പ്രഖ്യാപനവുമായാണ്, എന്ന ആവശ്യവുമായാണ് PV അൻവർ നിറഞ്ഞത്. പക്ഷേ പിന്നീട് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യമെല്ലാം PV അൻവറിൻ്റെ വാദമെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. 2016 ഇതേ PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയതാണ്. 11,054 വോട്ടുകൾക്കാണ് അന്ന് ആര്യാടൻ ഷൗക്കത്തിനെ PV അൻവർ പരാജയപ്പെടുത്തിയത്. പിന്നീട് ഇരുവരും തമ്മിലുള്ള ബന്ധം അത്ര സുഗമമായിരുന്നില്ല, നല്ലതായിരുന്നില്ല. ഇതിനിടെയാണ് ഇപ്പോൾ PV അൻവർ ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് UDF പാളയത്തിലേക്ക് വരാനുള്ള സന്നദ്ധത അറിയിക്കുന്നത്, MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നത്. PV അൻവറും UDFും ചേർന്നുകൊണ്ട് ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തും എന്ന വലിയ പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. മാത്രമല്ല കോൺഗ്രസിനോട് അടുപ്പിക്കുന്നതിൽ കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾക്ക് നേരത്തെ തന്നെ PV അൻവറിൻ്റെ ശൈലിയോട് വിയോജിപ്പുള്ളവരായിരുന്നു. അത് പ്രതിപക്ഷ നേതാക്കളെ PV അൻവർ വിമർശിച്ച രീതി, രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനം, അങ്ങനെ പല കാര്യങ്ങളിലും PV അൻവറിനോട് ശക്തമായ വിയോജിപ്പ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു പാലം എന്ന നിലയിൽ മുസ്ലിം ലീഗാണ് ഈ ചർച്ചകൾക്കൊക്കെ മുൻകൈ എടുത്തിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി മുസ്ലിം ലീഗ് എത്രത്തോളം ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കും എന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷവും സ്ഥാനാർത്ഥിക്കെതിരായ ചില പരാമർശങ്ങൾ, മോശം പരാമർശങ്ങൾ അൻവറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് അവരെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. ഏതായാലും അൻവറിനെ പിണക്കേണ്ടതില്ല എന്ന അഭിപ്രായം കോൺഗ്രസിലെ ചില നേതാക്കൾക്കുണ്ട്.
അൻവറിനെയും കൂടി കൂട്ടി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക, ഈ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുക എന്നതാണ് UDF-ലെ ചില നേതാക്കൾ അവർ കണക്കുകൂട്ടുന്നത്. ആ നിലയിൽ അൻവറും UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒക്കെയായുള്ള ഭിന്നത പറഞ്ഞു തീർക്കുന്നതിന് അവർ ഒരുപക്ഷെ ശ്രമം നടത്തിയേക്കാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഭിന്നിച്ചു പോകുന്നത് ഗുണകരമല്ല എന്ന് ചില നേതാക്കൾ ഉപദേശിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും അൻവറിന്റെ അടുത്ത നീക്കം എന്തെന്ന് ഉറ്റുനോക്കുകയാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതൃത്വങ്ങൾ. താങ്ക് യു ദിലീപ് കുമാർ.